നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ CTR മെച്ചപ്പെട്ടതാണ്, അടിപൊളി തംബ്നെയിലാണ്, എന്നിട്ടും യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് തരുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, മുമ്പ് നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നില്ലേ? നല്ല CTR, നല്ല തംബ്നെയിൽ എല്ലാം ഉണ്ടായിട്ടും നിങ്ങളുടെ വീഡിയോ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. വ്യൂസ് കുറയുന്നത്, CTR കുറയുന്നത് മാത്രമല്ല കാരണം, ഇംപ്രഷന്, ഓഡിയൻസ് റിട്ടൻഷന്, വാച്ച് ടൈം, ട്രാഫിക് സോഴ്സ്, ടോപ്പിക് ഡിമാൻഡ് എന്നീ പല കാര്യങ്ങളും യൂട്യൂബ് അൽഗോരിതം പരിഗണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റ് ചില പ്രധാന കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം. തംബ്നെയിൽ CTR കുറയുന്നത്, ആളുകൾക്ക് വീഡിയോ ഇംപ്രഷനായി കാണിച്ചിട്ടും ക്ലിക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വ്യൂസ് കുറയും. ഉദാഹരണത്തിന് 10,000 ഇംപ്രഷൻ പോയപ്പോൾ 3% CTR ആണ് കിട്ടിയതെങ്കിൽ 300 ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ സ്ഥാനത്ത് 8% CTR വന്നുവെങ്കിൽ 800 ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ, ഇതൊക്കെ മോശമാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ തംബ്നെയിലും നല്ല ടൈറ്റിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ CTR കൂടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ടൈറ്റിലും തംബ്നെയിലും എത്ര നല്ലതായാലും വീഡിയോ കാണുന്ന സമയത്ത് ഉദ്ദേശിച്ച കാര്യം വീഡിയോയിൽ കിട്ടാതെ വന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോയാൽ എത്ര നല്ല CTR ആയിരുന്നാൽ പോലും യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വീഡിയോയുടെ ആദ്യത്തെ ഒരു 30 സെക്കൻഡ് സമയം ദുർബലമായാലും ഇതുപോലെ തന്നെ വ്യൂസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എന്നുള്ള രീതിയിൽ വലിച്ചു നീട്ടി ഇങ്ങനെ ഒരുപാട് സമയം, ആദ്യത്തെ സമയം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായാലും ഇതുപോലെ തന്നെ വ്യൂസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് ആദ്യത്തെ 30 നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഓഡിയൻസ് റിട്ടൻഷൻ കുറയുന്നത്. അതായത് ഒരു 10 മിനിറ്റ് വീഡിയോ കാണുന്ന സമയത്ത് അത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കാണുന്ന അതിൽ 3/4 ആളുകളും ആ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി, അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് തന്നെ വീഡിയോ വിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും എൻഗേജ്മെൻറ്റ് ദുർബലമാണെന്നുള്ള ഇത് സിഗ്നൽ ലഭിക്കും. ആവറേജ് വ്യൂ ഡ്യൂറേഷന്, ആവറേജ് പെർസെൻറ്റേജ് വ്യൂയെ, റിട്ടൻഷൻ ഗ്രാഫ് എന്നിവയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് വിഷയം ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ, ഉദാഹരണത്തിന് 2026 യൂട്യൂബ് ഫീച്ചർ ആളുകൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ടാകും, പക്ഷേ ഒരു 5 വർഷം മുമ്പുള്ള കുറച്ച് യൂട്യൂബ് ഇതുകൊണ്ടൊക്കെയുള്ള യൂട്യൂബിൻ്റെ പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആളുകൾക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വ്യൂസ് കുറയും. ഇനി അടുത്തതായിട്ട് ടോപ്പിക്ക് വളരെ കോമ്പറ്റീറ്റീവ്. അതായത് നിങ്ങളൊരു വീഡിയോ ചെയ്തു, അതേ വിഷയത്തിൽ തന്നെ വലിയ വലിയ യൂട്യൂബർ പലരും ഇങ്ങനെ വീഡിയോ ചെയ്തു. ആ വീഡിയോ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് ആ വലിയ വലിയ യൂട്യൂബറിൻ്റെ വീഡിയോ ആയിരിക്കാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യൂസ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത സബ്സ്ക്രൈബർ ഓഡിയൻസ് വീഡിയോയോട് മാച്ച് ചെയ്യാത്തത്. ഒരു ചാനൽ പലതരം ടോപ്പിക് ഇടുമ്പോൾ ഇത് സംഭവിക്കാം. ഉദാഹരണത്തിന് ഇന്ന് യൂട്യൂബ് ടിപ്സ്, നാളെ മൊബൈൽ റിവ്യൂ, അടുത്ത ദിവസം രാഷ്ട്രീയം, അടുത്ത ദിവസം AI ടൂൾസ്, ഇതേ രീതിയിലായാലും ഇതുകൊണ്ടൊക്കെ സംഭവിക്കാം. ഇങ്ങനെ ഓഡിയൻസ് വളരെ വ്യത്യസ്തമായാലും ഇതുകൊണ്ടൊക്കെ തന്നെ വ്യൂസ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ശരിയായിട്ടുള്ള ഓഡിയൻസിന് എത്തിക്കാത്തത്. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ആദ്യം ചെറിയൊരു ഓഡിയൻസിലേക്ക് എത്തിച്ച് പരീക്ഷിക്കും. ആ സമയം ഓഡിയൻസിൻ്റെ പ്രതികരണം വളരെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ഇംപ്രഷൻ കുറയുകയും നിങ്ങളുടെ വ്യൂസ് തീരെ കുറയുകയും ചെയ്യും. അടുത്തത് ഇംപ്രഷൻ തന്നെ കുറയുന്നത്. അതായത് CTR നല്ലതാണെങ്കിലും ഇംപ്രഷൻ വളരെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യൂസ് കുറയുന്നതായിരിക്കും. ഇനി അടുത്തത് അപ്ലോഡ് കൺസിസ്റ്റൻസി മാറുന്നത്. ഒരുപാട് ദിവസം വീഡിയോ ഇടാതിരിക്കുക, പിന്നെ പെട്ടെന്ന് കുറച്ച് വീഡിയോകൾ ഇടുക, ഇത് ഓഡിയൻസ് ആക്ടിവിറ്റിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ യൂട്യൂബ് അൽഗോരിതം കൺസിസ്റ്റൻസിക്ക് മാത്രം വ്യൂസ് നൽകുന്നു എന്ന് കരുതുന്നത് ശരിയല്ല. പഴയ ഓഡിയൻസ് വീഡിയോ കാണാതിരിക്കുന്നത്, അതുപോലെ തന്നെ സെർച്ച് ട്രാഫിക് കുറയുന്നത്, അതുപോലെ തന്നെ സജസ്റ്റ് വീഡിയോ ട്രാഫിക് നഷ്ടമാകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇനിയുമുണ്ട് മുന്നോട്ട് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.